ഒരു വ്യക്തിയുടെ അശ്രദ്ധ കാരണം രാവിലെ വളരെ സന്തോഷത്തോടുകൂടി പുസ്തകവും ബാഗും ചുമന്നുകൊണ്ട് സ്കൂളിലേക്ക് പോയ ചെറിയ കുഞ്ഞുങ്ങളുടെ ജീവൻ തന്നെ പൊലിഞ്ഞു. ഈ ദുഃഖകരമായ സംഭവത്തിൽ ഇപ്പോൾ മുഴുവൻ തമിഴ്നാടും കേരളവും ദുഃഖത്തിലായിരിക്കുകയാണ്. ഓരോ മാതാപിതാക്കൾക്കും ഇതൊരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്. സ്വന്തം മക്കളെ ഇനി സ്കൂൾ ബസ്സിൽ പറഞ്ഞയക്കാൻ പോലും ചില മാതാപിതാക്കളൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതെവിടെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ആരാണ് തെറ്റ് ചെയ്തത് അറിയാം. കടലൂരിലെ കുമാരപുരം സമീപം പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യമായി നടത്തിവരുന്ന കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ വാനിലാണ് വിദ്യാലയത്തിലേക്ക് എത്തുന്നത്. 2025 ജൂലൈ മാസം 9 ഈ സംഭവം. കടലൂർ ജില്ലയിലെ ചെമ്മങ്കുപ്പം റെയിൽവേ കടവിൽ രാവിലെ 7:30 മുതൽ 7:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തൊണ്ടമാനത്തം എന്ന ഗ്രാമത്തിൽ നിന്നുള്ള 4 വിദ്യാർത്ഥികളെയും കയറ്റി കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു സ്കൂൾ വാൻ. വഹിപുരം മുതൽ മയിലാടുതുറൈ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിൻ ഈ സമാനമായ സമയത്തായിരുന്നു അതുവഴിയും കടന്നു പോകുന്നത്. എന്നാൽ ഇതിനിടയിൽ ചെമ്മങ്കുപ്പം സമീപത്തെ റെയിൽവേ ഗേറ്റ് കടന്നു പോകാനായി ഈ ഡ്രൈവർ ശ്രമിച്ചു. റെയിൽവേ ഗേറ്റ് അടച്ചില്ലായിരുന്നു. ട്രെയിനിന്റെ ഹോൺ ശബ്ദവും കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ട്രെയിൻ പോയിട്ടുണ്ടാകാം എന്നാണ് ഡ്രൈവർ കരുതിയത്. അദ്ദേഹം മറ്റൊന്നും ചിന്തിച്ചില്ല. വാൻ എടുത്ത് ആ ട്രാക്ക് മുറിച്ച് കടക്കാൻ ശ്രമിച്ചു. ഇതൊരു നോൺ ഇന്റർലോക്കിംഗ് ഗേറ്റ് ആയിരുന്നു. ആദ്യം ഈ നോൺ ഇന്റർലോക്കിംഗ് ഗേറ്റ് ഇതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. റെയിൽവേ ട്രാക്ക് ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും കടന്നു പോകാൻ കയറ്റി നൽകുന്ന ഗേറ്റ് ആണ്. ഇത് 2 തരത്തിൽ കാണാൻ സാധിക്കും: ഇന്റർലോക്കിംഗ്, നോൺ ഇന്റർലോക്കിംഗ് ഗേറ്റ്. ഇന്റർലോക്കിംഗ് ഗേറ്റ് എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുമ്പോൾ നേരിട്ട് ഗേറ്റ് കീപ്പറിന് വിവരം നൽകപ്പെടും. അതുമാത്രമല്ല, ട്രെയിൻ സമീപം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഗേറ്റ് അടയ്ക്കപ്പെടുകയും ട്രെയിൻ വരുന്നു എന്നുള്ള ഒരു സിഗ്നൽ നൽകുകയും ചെയ്യും. ഇനി നോൺ ഇന്റർലോക്കിംഗ് ഗേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ട്രെയിൻ വരുമ്പോൾ ഫോണിലൂടെ ഗേറ്റ് കീപ്പറിന് വിവരം നൽകപ്പെടും. അയാൾ നേരിട്ട് ചെന്ന് ഗേറ്റ് അടയ്ക്കണം. അടച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് അറിയിപ്പും നൽകേണ്ടതാണ്. അതിനുശേഷമേ ട്രെയിനിന് വരാൻ അനുവാദം ലഭിക്കുകയുള്ളൂ. ഈ ചെമ്മങ്കുപ്പത്തിലുള്ള ഈ ഗേറ്റ് നോൺ ഇന്റർലോക്കിംഗ് ഗേറ്റ് ആയിരുന്നു. ഇങ്ങനെ സ്കൂൾ വാൻ ഗേറ്റ് മുറിച്ച് കടക്കുമ്പോൾ ഗേറ്റ് തുറന്ന നിലയിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയം വിഴിപ്പുറം മയിലാടുതുറൈ എക്സ്പ്രസ് ട്രെയിൻ വരികയായിരുന്നു. ഏകദേശം 95 കിലോമീറ്റർ വേഗതയിൽ വന്ന ട്രെയിൻ ആ സ്കൂൾ വാനിൽ വന്ന് ഇടിച്ചു കയറിയതും വാൻ 65 അടി ദൂരത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. വാനും തകർന്നു. കുട്ടികളുടെ ബാഗുകൾ ട്രാക്കിൽ ചിതറിക്കിടന്നു. കുട്ടികൾ ട്രെയിൻ ട്രാക്കിൽ പറന്നു വീണു. സമീപത്തെ വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണു. കമ്പി ഒടിഞ്ഞു വീണു. വല്ലാത്തൊരു ദുരന്ത ഭൂമി തന്നെയായിരുന്നു അത്. ആളുകളെല്ലാം വളരെ വേഗത്തിൽ ഓടിക്കൂടി. കണ്ടു നിന്നവർക്ക് സഹിക്കാനാകാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അത്. പലരും അവിടെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇതിൽ തൊണ്ടമാനത്തം സ്വദേശിയായ 6ാം ക്ലാസ് വിദ്യാർത്ഥി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അടുത്തത് ഷാരുമതി, സുബ്രഹ്മണ്യപുരം സ്വദേശിനി, 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ അവളും മരിച്ചു. അടുത്തത് സെഴിയൻ, ഈ ഷാരുമതിയുടെ സഹോദരനാണ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവനെ ആദ്യം കടലൂർ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പുതുച്ചേരിയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും രക്ഷിക്കാനായില്ല. ആ കുഞ്ഞു മരിച്ചു. ഇവർ 3 പേരും ഒരേ കുടുംബത്തിലെ സഹോദരങ്ങൾ എന്നതാണ് ഈ ദുരന്തത്തെ കൂടുതൽ ഹൃദയഭേദകമാക്കി മാറ്റുന്നത്. അടുത്തത് വിശ്വേഷ്, 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. അടുത്തത് ശങ്കർ, ഇദ്ദേഹം വാൻ ഡ്രൈവറാണ്. സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അടുത്ത് അണ്ണാദുറൈ, അപകടം കാണാൻ വന്നപ്പോൾ വൈദ്യുതാഘാതമേറ്റ് അദ്ദേഹം ചികിത്സയിൽ തുടരുന്നു. അപകടത്തിന് ശേഷം അവിടെ ഓടിക്കൂടിയെത്തിയ ജനങ്ങൾ ഈ ഗേറ്റ് കീപ്പറായ പങ്കജ് ശർമ്മ എന്ന വ്യക്തിയെ തല്ലുകയും പോലീസുകാർ വന്ന് പിന്നീട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആ പ്രാദേശികവാസികൾ പറയുന്നത് ഗേറ്റ് തുറന്നിരിക്കുകയായിരുന്നു, സിഗ്നൽ നൽകാതെ ട്രെയിൻ വന്നതാണ്, ട്രെയിനിന്റെ ശബ്ദമൊന്നും കേട്ടതുമില്ല എന്ന്. ഇത് കൂടാതെ അവർ പറയുന്ന മറ്റൊരു കാര്യം,
ഗേറ്റ് കീപ്പർ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലമുള്ളയാളാണ്. അയാളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് എന്ന്. ഇതിനെക്കുറിച്ച് ഗേറ്റ് കീപ്പറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഗേറ്റ് അടച്ചിരുന്നു, പക്ഷേ വാൻ ഡ്രൈവർ അർജന്റാണ്, സ്കൂളിൽ പോകണം എന്നാവശ്യപ്പെട്ടു, അതുകൊണ്ട് താൻ തുറന്നുകൊടുത്തു എന്നും പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ട്രെയിൻ വരുമെന്നൊരു വിവരം ലഭിച്ചിട്ട് കൂടിയും അർജന്റിന്റെ പേരിൽ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യം തന്നെയാണ്. ഇത് നിയമപ്രകാരം ഗുരുതരമായൊരു പിഴവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗേറ്റ് കീപ്പറെ ഉടൻ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം, അയാൾ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായി മാറി. ഇനി ഈ ഒരു സംഭവത്തിൽ ഡ്രൈവറായ ശങ്കറും വിശ്വേഷും പറയുന്നത് ഗേറ്റ് തുറന്ന നിലയിലായിരുന്നു, സിഗ്നൽ ഇല്ലായിരുന്നു എന്നും ഗേറ്റ് അങ്ങനെ തുറന്നു കിടന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്നും കരുതി. ഈ സമയം ഗേറ്റ് കീപ്പറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ അവസാനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇടപെടാനും കഴിഞ്ഞില്ല. ഇതിനിടെ ആ ഗ്രാമത്തിലെ ഒരാൾ കുട്ടികളെ രക്ഷിക്കാനായി മുൻപോട്ട് പോയപ്പോൾ അദ്ദേഹത്തിനും വൈദ്യുതാഘാതമേറ്റ് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. ഇതുപോലെ ഈ ഒരേ കുടുംബത്തിലെ സഹോദരങ്ങൾ മരണപ്പെട്ടതാണ് ഗ്രാമം മുഴുവനും വളരെ ദുഃഖത്തിലാകാൻ കാരണം. പൊതുജനങ്ങളും ഈ കുട്ടികളുടെ രക്ഷിതാക്കളും ഗേറ്റ് തുറന്ന നിലയിലെന്ന് തന്നെയാണ് പറയുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. അതായത് ഗേറ്റ് തുറന്നു കിടക്കും, മറ്റുള്ളവർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇതാദ്യമായാണ്. പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായതും ജനങ്ങളുടെ എല്ലാം ദേഷ്യം ഈ ഗേറ്റ് കീപ്പറിലായതുകൊണ്ട് തന്നെ ഉടനെ അയാളെ സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 3 കുട്ടികളുടെ ജീവൻ ഒരു വ്യക്തിയുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാനേ സാധിക്കുന്നില്ല. ജീവന്റെയൊക്കെ വില അവിടെ വളരെ തുച്ഛമായി മാറുകയാണ്. അതുപോലെ സതേൺ റെയിൽവേയുടെ മുൻകൂർ ക്രമീകരണങ്ങൾ വീണ്ടും അപര്യാപ്തമാണ് എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലൂടെ റെയിൽവേ വകുപ്പിന് തന്നെ ഒരു വീഴ്ചയാണിതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുമായിരുന്നു. ഇതാണ് ആ മുഴുവൻ സമൂഹവും പറയുന്നത്. ജനങ്ങൾക്ക്, ഈ കാഴ്ചക്കാരായി നിന്നവർക്ക് പോലും കണ്ണീരടക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. കുട്ടികളുടെ വീട്ടുകാരും നാട്ടുകാരും ഇതിൽ വളരെ വികാരധീരരായി പ്രതിഷേധം വരെ നടത്താൻ ആരംഭിച്ചു. മനുഷ്യ വീഴ്ച മൂലമുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കണമെന്നുള്ളത് നിർത്തണമെന്ന ആശയമായിരുന്നു ഉയർന്നു വന്നത്. രാവിലെ കുട്ടികൾക്ക് ബാഗും പുസ്തകവും കഴിക്കാൻ ഭക്ഷണവും അവരെ ഒരുക്കി സ്കൂളിലേക്ക് വിട്ടപ്പോഴും ആ അമ്മമാർ ഒരിക്കൽ പോലും ഇങ്ങനൊന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടാകില്ല. വൈകുന്നേരം മക്കൾ തിരികെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി, ഒരു സമാധാനത്തോടുകൂടി ആ മാതാപിതാക്കൾ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. പക്ഷെ തേടിയെത്തിയത് അവർക്കൊരിക്കലും താങ്ങാനാകാത്ത, ജീവിതകാലം മുഴുവനും ഒരിക്കലും മാറ്റിവെക്കാനാകാത്തൊരു ദുഃഖമായിരുന്നു. റെയിൽവേ സേഫ്റ്റി മാനദണ്ഡങ്ങൾ ശക്തമാക്കണം. പ്രത്യേകിച്ച് സ്കൂൾ ട്രാൻസ്പോർട്ടിന് കൂടുതൽ മുൻഗണന നൽകി സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള പൊതു അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സത്യത്തിൽ ഈ ക്രൂരമായ, ഹൃദയത്തെ കീറിമുറിക്കുന്ന അപകടം കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയും ഉത്തരവാദിത്വം ഉണ്ടാക്കേണ്ടതിന്റെ ഒരു നിർബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അമ്മേ, സ്കൂളിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയ കുട്ടികൾ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ തിരിച്ചെത്തിയത് ശവമായിട്ടാണ്. എങ്ങനെയാണ് ഒരു അമ്മയെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുക? ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പോലെ തന്നെ ഗേറ്റ് കീപ്പറുടെ അലക്ഷ്യവും ഡ്രൈവറുടെ നിരീക്ഷണക്കുറവും ചേർന്നാണ് കുട്ടികളുടെ ജീവൻ തന്നെ പോയത്. ഒരു ചെറിയ ഉപേക്ഷ വലിയൊരു ദുരന്തമായി തന്നെ മാറി. അടുത്തത്, ഈ ലെവൽ ക്രോസിംഗിൽ ഗേറ്റ് അടച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇന്റർലോക്കിംഗ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താൻ അധികാരികൾ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. അടുത്തത്, ഈ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരെയും വാഹനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പരിശോധന, പരിശീലനം, ലൈസൻസ് പരിശോധന തുടങ്ങിയവയൊക്കെ വളരെ കർശനമാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. പിന്നെ ഈ രക്ഷിതാക്കൾ സ്കൂൾ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സുരക്ഷ അവിടെ മുൻഗണനയായി തന്നെ കാണണം. സ്കൂളുകളും ഈ നിബന്ധനകൾ പാലിക്കുന്ന ഡ്രൈവർമാരെ മാത്രം നിയമിക്കേണ്ടതും അവർക്കുള്ളൊരു ബാധ്യതയാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെല്ലാം മാതാപിതാക്കൾ വിശ്വസിച്ചയക്കുന്നത് സ്കൂളിലുള്ള അധ്യാപകരെയും അവിടെയുള്ള നടത്തിപ്പുകാരെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ടാണ്. അത്രയും സമയം തങ്ങളുടെ മക്കളെ തങ്ങളെപ്പോലെ തന്നെ വളരെ സുരക്ഷയോടുകൂടി നോക്കിക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് മാതാപിതാക്കൾ മക്കളെല്ലാം സ്കൂളിലേക്കും ഇതുപോലുള്ള ബസ്സുകളിലേക്കും കയറ്റി അയക്കുന്നത്. പക്ഷെ അവരിൽ നിന്നും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ പിന്നെ എന്തായിരിക്കും ചെയ്യുക? ഇനി ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ മറ്റു പല സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷികളാകുന്നുണ്ട്. കുറ്റവാളികൾക്ക് നമ്മുടെ നിയമം എന്ത് ശിക്ഷ നൽകുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ സമൂഹവും നമ്മളും കാണാറുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിലും കുറ്റക്കാരെ നിസ്സംഗതയോടെ വിടാതെ ഉറച്ച നിയമ നടപടികൾ എടുക്കുന്നതാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നല്ലൊരു മാതൃകയായി മാറുക.
മരിച്ചത് ചെറിയ കുഞ്ഞുങ്ങളാണ്. അവർ പുത്തൻ സ്വപ്നങ്ങളും കനവുകളുമായി സ്കൂളിലേക്ക് പോകുന്നവരാണ്. ഓരോ വ്യക്തിയും, അതിപ്പോ ഒരു ഗേറ്റ് കീപ്പർ ആയാലും വാഹന ഡ്രൈവർ ആയാലും, മറ്റുള്ളവരുടെ ജീവൻ തൻ്റെ കൈകളിലാണ് എന്ന ബോധം കർശനമായി അവർക്ക് ആവശ്യമുണ്ട്. ഒരു സെക്കൻഡിലുണ്ടായ അലക്ഷ്യം ഒരു കുടുംബത്തിന്റെ ജീവിതം മുഴുവനായും കെടുത്തിയിട്ടുണ്ട്. സമൂഹം എന്ന നിലയിൽ നമ്മൾ സുരക്ഷയ്ക്കൊക്കെ അപ്പോൾ വലിയൊരു മുൻഗണന തന്നെ നൽകണം. ഓരോ വ്യക്തിയും സ്വന്തം കടമയ്ക്കുണരുമ്പോഴാണ് അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുക. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.